ഉഫ്, ഉഫ്. 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 എടീ, നീ എനിക്ക് തന്ന പണിക്ക് നീ അനുഭവിക്കും. അതിനെനിക്കധികം സമയം വേണ്ട. മമ്മി, ഞാൻ ഓഫീസിലിരുന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞു നിന്ന് കേട്ട് അത് ചാരുവിനോടും ആ ബാലമാഷിനോടും പറഞ്ഞു കൊടുക്കുന്നതാ ആകാശിന്റെ പണി. രമേശ് ചേട്ടന്റെ കാര്യം തന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടില്ലേ? അതാ മമ്മി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ എന്റെ പെർമിഷൻ ഇല്ലാതെ ആരും കേറില്ല. മമ്മി, ആകാശിന്റെ കുടുംബത്തിൽ കയറി അവിടുത്തെ ഓരോരുത്തരെയും തമ്മിൽ തല്ലിച്ച് പരസ്പരം ശത്രുക്കളാക്കി കൂട്ടുകുടുംബം അണുകുടുംബമാക്കി മാറ്റാനുള്ള ഐഡിയ എനിക്ക് തന്നത് മമ്മിയാ. അതാ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അത് ശരിയാ മോളെ. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സിനൊരു സമാധാനവും ഇല്ല. നിന്റെ ഭാവിയെപ്പറ്റി എനിക്ക് ചിന്തിക്കണ്ടേ? ആയിരപ്പറ തറവാട് ഇല്ലാതാകുന്നതോടൊപ്പം നീയും ഇല്ലാതാകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വാശിയോടെ പഠിച്ച് ഇത്രയും വലിയ പൊസിഷനിലെത്തിയ എൻ്റെ മോള് ഒറ്റപ്പെടാൻ പാടില്ല. കുടുംബം വേണം, കുട്ടികൾ വേണം. അതൊക്കെ എൻ്റെ സ്വപ്നങ്ങള്. മമ്മിയുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും മമ്മി. അതെങ്ങനാ മോളെ? നീ അരവിന്ദനെ സ്നേഹിക്കുന്നില്ലല്ലോ, പിന്നെങ്ങനാ? അരവിന്ദ്, ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. എന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത് അവൻ ഒരുത്തം മാത്രം. ചാരുവിനെ ആ മണ്ടൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അറിയാലോ മമ്മിക്ക്? അറിയാം മോളെ. പക്ഷേ ഇപ്പൊ അവൻ നിന്റെ ഭർത്താവാ. നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവൻ വിഷം കഴിച്ചത്. അല്ല മമ്മി, അവന് വേണ്ടത് എന്നെയല്ല, എന്റെ പൊസിഷനാ. ചീഫ് എഞ്ചിനീയർ ശ്രേയയുടെ ഭർത്താവ് എന്ന പദവി. ഒരു പണിയും എടുക്കാതെ എന്റെ ശമ്പളത്തിൽ ജീവിക്കാലോ അവന്. 6 അടി പൊക്കവും വെളുത്ത നിറമുള്ള ഒരു സുന്ദര വെട്ടി. അവനെ ഞാൻ അംഗീകരിക്കുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? എന്നാലും മോളെ, ആകാശ്, അവൻ ബുദ്ധിയും വിവരവും സ്നേഹവും ഉള്ളവനായിരുന്നു. അവനെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? അതുപോലൊരു തന്നെ കൈവിട്ട് കളഞ്ഞിട്ട് അരവിന്ദനെ പോലൊരു പമ്പര വിധിയെ ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കണോ? മമ്മി തന്നെ ആലോചിച്ച് പറ. എന്റെ മനസ്സിലെ ആശങ്കകൾക്ക് നീ ഇപ്പോഴും മറുപടി തന്നില്ല. എന്റെ ഭാവി സുരക്ഷിതമായിരിക്കും മമ്മി. പക്ഷേ ഒരാണിനെയും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പറയാൻ പറ്റില്ല എന്റെ മനസ്സിൽ മറ്റാരെങ്കിലും വന്ന് കേറുമെന്ന്. അങ്ങനെ സംഭവിച്ചാ അതൊരു മിറാക്കിളായിരിക്കും. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ. മനസ്സിലാവാതിരിക്കാൻ ഒന്നുമില്ല. 1000 തറവാടിന്റെ അവസാനത്തെ കല്ലിളക്കിയിട്ട് ഞാൻ മമ്മിയും കുട്ടി ഇവിടം വിട്ടു പോകും. എനിക്കൊരു ട്രാൻസ്ഫർ വാങ്ങാൻ എളുപ്പമാണ്. മറ്റേതെങ്കിലും ഒരു ഓഫീസിൽ ചീഫ് എഞ്ചിനീയറോ അതിനു മുകളിലോ ഞാനുണ്ടാവും. അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കും, എനിക്ക് ചേർന്ന എന്നോടൊപ്പം നിൽക്കുന്ന ആണൊരുത്തനുണ്ടോ എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ മമ്മിക്ക്? മനസ്സിലായി മോളെ. ഇപ്പൊ എനിക്കൊരു സംശയം. ഇനിയുണ്ടോ സംശയം?
ഉണ്ട്. നീ എന്റെ മകളാണോ അതോ എന്റെ മമ്മിയാണോ എന്ന്? ഒറ്റയ്ക്ക് ഈ സമൂഹത്തോട് പൊരുതി എന്നെ വളർത്തി ഈ പൊസിഷനിൽ എത്തിച്ചില്ലേ, മമ്മി തന്നെ എന്റെ മമ്മി. വാ, വാ, വാ. എന്താ ആകാശേ, റെക്കോർഡ്സ് ഒന്നും എടുത്തില്ലേ? ആകാശേ, സമയം ചോദിച്ച കേട്ടില്ലേ? എന്താന്ന്? ആകാശ് സാർ ഇത് ഏത് ലോകത്താ? മമ്മി മാഡം, എന്നെ കല്യാണത്തിന് കണ്ട ഓർമ്മയുണ്ടോ? ഉണ്ട്, പക്ഷെ പേര് ഓമനക്കുട്ടൻ. ഓ. അന്നേ പറയണമെന്ന് വിചാരിച്ചാ. ശ്രേയ മാഡവും ആകാശിന്റെ ചേട്ടൻ അരവിന്ദ് തമ്പി ഭയങ്കര ചേർച്ചയാ. ഞാനത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാ, മറന്നുപോയി. ആരെ ആർക്കൊപ്പം ചേർത്ത് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ഓമനക്കുട്ടാ. ദൈവം തീരുമാനിക്കുന്നത് നടക്കും. എന്നും എന്റെ മോൾ ആഗ്രഹിച്ചത് കൊടുത്തിട്ടില്ലെങ്കിലും ആരുടെ മുമ്പിൽ തലകുനിക്കാതെ ജീവിക്കാൻ അവൾക്കൊരു വലിയ കഴിവ് കൊടുത്തു. അത് മതിയല്ലോ. അതെ അതെ അതെ. ഇനി അങ്ങോട്ടും എന്റെ മോൾ ഇങ്ങനെ തന്നെയായിരിക്കും.